റഹ്മാന്റെ റഹ്മത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ദുനിയാവിൽ വിശ്വസിക്കാത്തവനും റിസ്ക് ലഭിക്കുന്നത്. പലപ്പോഴും നാം പറയാറുണ്ട്, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിന്റെ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങിയിട്ടും എനിക്ക് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. എന്നാൽ ഒരു നേരം പോലും നിസ്കരിക്കാത്ത, അല്ലാഹുവിന് വേണ്ടി ഒരു കർമ്മവും ചെയ്യാത്ത എത്രയോ ധിക്കാരികളായ ആളുകളാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ അവർ ഉയർന്ന പദവിയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാഹ് എന്നെ കാണുന്നില്ല, അവനെ മാത്രമേ കാണുന്നുള്ളൂ എന്ന സംസാരം നമ്മിൽ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ കാരണമാണ് റഹ്മാൻ എന്നതിൽ ഉൾക്കൊള്ളുന്നത്. ദുനിയാവിൽ വഴിപ്പെട്ട ആളുകളായാലും സത്യനിഷേധികളായാലും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നുണ്ട് അല്ലാഹു. ഇതിനാണ് റഹ്മാൻ. അപ്പൊ അതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു.